ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദഗോപനെ ടെറസിൽ നിന്ന് വീഴ്ത്തിയിട്ടതാണ് റാണി എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ. ആനന്ദിനോട് അർജുൻ പറയാതെ പറയുന്നുണ്ട്. അങ്ങനെ ആനന്ദിനോട് മറച്ചു വെക്കണം, നമ്മുടെ വീടിനുള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ശത്രു എന്ന് അർജുൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം വസന്തനാണെങ്കിൽ അത് പൂജയല്ല, പൂജയെ പോലെ തോന്നിക്കുന്ന വേറൊരാളാണ് വന്നിരിക്കുന്നത് എന്ന് വസന്തൻ പറയുന്നത് കൊണ്ട് തന്നെ മധുവിനും അത് മനസ്സിലായി. അങ്ങനെ വീട്ടിൽ ആകെ ജഗപുകയായി തുടങ്ങുകയാണ് കേട്ടോ. റാണിയാണ് എല്ലാത്തിനും പിന്നിൽ കളിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ പിന്നീട് റാണിയെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഡ്യൂട്ടി ഇനി കിരൺ ഏറ്റെടുക്കുകയാണ്. കാരണം ഇനി റാണിയെ അങ്ങനെ വെച്ചും കൊണ്ട് നടന്നുകൂടാ. എൻ്റെ വീട്ടിലെ പലവർക്കും പല ആപത്തുകളും സംഭവിക്കും. അവൾ ക്രിമിനലാണ്, ക്രിമിനൽ മൈൻഡുള്ളവളാണ്, അവളെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്ന് അർജുനോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ റാണിയെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്താൽ അവൾ തത്ത പറയുന്നത് പോലെ എല്ലാം പറയിപ്പിക്കാൻ എനിക്കറിയാം എന്നിങ്ങനെ കിരൺ അർജുനോട് പറയുമ്പോൾ അർജുൻ പറയാണ്, അത് വേണ്ട, എനിക്ക് എല്ലാത്തിനും പ്രധാനം എൻ്റെ പൂജയാണ്. കാരണം അവളെ സംബന്ധിച്ച് പ്രിയനേക്കാൾ വലിയ ഫ്രോഡാണ് അവൾ. പ്രിയ എന്ന് പറയുന്നത് ഇവളെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. കാരണം ഇവൾ എന്ന് പറയുന്നത് ക്രിമിനൽ മൈൻഡാണ്. ഇവൾക്ക് കൊലക്ക് കൊടുക്കാനും ഒക്കെ പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് പൂജ എവിടെ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇവളെ അറസ്റ്റ് ചെയ്താൽ മതി. പിന്നീട് ഇവളെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. തത്ത പറയുന്നത് പോലെ പറയിപ്പിക്കാൻ എനിക്കറിയാമെന്ന് അർജുൻ പറയാൻ കേട്ടോ. അപ്പം കിരൺ പറയാണ്, അത്രയും വേണോ? വേണം, എനിക്കെൻ്റെ പൂജയാണ് വലുത്, എൻ്റെ പൂജ കൈവിട്ട് പോവാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കിരൺ. അതുകൊണ്ട് നമുക്ക് അവളെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവായിരിക്കും നല്ലത്. പിന്നെ ഇതൊക്കെ നമ്മുടെ സംശയം എന്നല്ല, 100% ഉറപ്പ് തന്നെ. എന്നാലും നന്ദഗോപൻ അങ്കിൾ കണ്ണ് തുറക്കട്ടെ, കണ്ണ് തുറന്നതിന് ശേഷമാവാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അർജുൻ്റെ ഈ വാക്കുകൾ കിരണിന് അത്ര പിടിക്കുന്നില്ല കേട്ടോ. കിരൺ പറയാണ്, അത് വേണോ? അവളെ കൊണ്ട് പറയിപ്പിക്കാനും പൂജയെ കണ്ടെത്താനും പോലീസ് എന്ന ആൾക്ക് ഉത്തരവാദിത്തമുണ്ട്, പോലീസിന് അതിന് കഴിയുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട, ഇപ്പോൾ ഞാൻ തന്നെ അവളെ സത്യങ്ങൾ പറയിപ്പിക്കാം. എനിക്കറിയാം എൻ്റെ കയ്യിൻ്റെ ചൂട് എന്താണെന്നും എൻ്റെ പൂജയെ അവൾ എന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ അടക്കം പറച്ചിൽ തുടങ്ങി. ഇത് ചെയ്തിരിക്കുന്നത് റാണി തന്നെയാണ് എന്ന് എല്ലാവരും പറയാതെ പറയുമ്പോൾ റാണി, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് സേഫല്ല, ഹേമചന്ദ്രൻ മുങ്ങിയിരിക്കുന്നു, അതുമാത്രമല്ല എനിക്ക് കാണിക്കേണ്ട ആളെ ഞാൻ കാണിച്ചിരിക്കുന്നു. അയാൾ ഇനി വാ തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപക്ഷെ എൻ്റെ പേര് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇനി ഇവിടെ നിന്ന് മുങ്ങാണ് നല്ലത്. അയാളുടെ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ പേരിലാക്കിയതിന് ശേഷം മുങ്ങാം എന്നുള്ള ആ ഒരു തീരുമാനം റാണി എടുക്കണം കേട്ടോ. പിന്നീട് റാണി പൂജയുടെ അടുത്തോട്ട് പോവുകയാണ്. എന്നാൽ ഈ സമയം പൂജ ആകെ സൈലൻ്റാണ്. മുകളിലൂടെ ശിക്ഷ തന്നെയാണ് തനിക്ക് കിട്ടുന്നത്. തൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞതാണ് പൂജ, സ്വത്തുക്കൾ എന്ന് പറയുന്നത് എൻ്റെ പേരിൽ എഴുതരുത്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, സ്വത്ത് മുതലിനോട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പണ്ട് പൂജ പറഞ്ഞതാണ് കേട്ടോ. അത് പൂജ ഇങ്ങനെ ആലോചിക്കുകയാണ്. പ്രിയയും തൻ്റെ സ്വത്തിന് വേണ്ടി തന്നെ ഒരുപാട് കൊല്ലാക്കൊല ചെയ്തു. ഇപ്പോഴും താൻ അത് തന്നെയാണ്. താൻ ഒരു ഗർഭിണിയാണെന്നുള്ള സത്യം അറിഞ്ഞിട്ടും എനിക്ക് എൻ്റെ അജുവേട്ടനെ അറിയിക്കാൻ പറ്റുന്നില്ല. ഈശ്വര, എന്ത് വിധിയാണ് എനിക്ക് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും റാണിയുടെ കയറി വരവ് കേട്ടോ. റാണിയെ കണ്ട പൂജ പിന്നീട് സൈലൻ്റായി നിൽക്കുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല. തൻ്റെ കൂടപ്പിറപ്പിനെ കാണാൻ താൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇതുപോലെ ക്രിമിനൽ മൈൻഡുള്ള ഒരു കൂടപ്പിറപ്പാണെന്നുള്ള സത്യം പൂജയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പൂജ ഇങ്ങനെ റാണിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. തൻ്റെ കൂടപ്പിറപ്പിനെ കാണാൻ താൻ ഒരുപാട് കൊതിച്ചു, പക്ഷേ അവൾ തന്നെ ഇത്രത്തോളം പീഡനം ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ, എന്താടി നീ നോക്കുന്നത്, എന്തിനാണ് നീ എന്നെ നോക്കുന്നതെന്ന് പറയുമ്പോൾ പൂജ ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ നിനക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ പൂജ എന്താ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും റാണി പറയണേ, നിൻ്റെ തന്ത നന്ദഗോപൻ എന്ന് പറയുന്ന ആ തന്തയിലെ ഇന്ന് രാവിലെ അയാളെ ഞാൻ ടെറസിൽ നിന്ന് താഴെ ഇട്ടടി. ഇനി അയാളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ലടി, അയാൾ ക്രിട്ടിക്കലാണ് എന്ന് പറയുമ്പോഴേക്കും പൂജ അറിയാതെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. എടി, എന്താടി നീ കാണിച്ചത്? എൻ്റെ അച്ഛൻ നിന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? എൻ്റെ അച്ഛൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നാണ്? നിൻ്റെ അച്ഛനല്ലടി എന്നോട് ചെയ്ത തെറ്റ്. ഞാൻ ഇന്ന് ഈ ക്രൂരതകളും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നത് നിൻ്റെ അച്ഛൻ കാരണമല്ലേ എന്ന് പറയുമ്പോൾ റാണി, നീ ഒരു കാര്യം ചിന്തിക്കണം. ഒരുപാട് വിഷമഘട്ടത്തിലൂടെയാണ് ഞാനും ജീവിതം തുടർന്നിട്ടുള്ളത്. ഇപ്പോഴും സന്തോഷം എന്തെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. മാസങ്ങൾ എന്ന പോലെയാണ് ഞാൻ സന്തോഷ നിമിഷങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. നീ മിണ്ടരുത്. നിൻ്റെ നന്ദഗോപൻ എന്ന് പറയുന്ന അച്ഛൻ എൻ്റെ അമ്മയെ വേണ്ടെന്ന് വെച്ച് പോയത് കൊണ്ടല്ലടി ഞാൻ പെരുവഴിയിൽ ഒരുത്തൻ്റെ കയ്യിൽ എൻ്റെ ശരീരത്തെ നോക്കിയിരിക്കുന്ന
കിട്ടുന്ന ഒരുത്തൻ്റെ കയ്യിലാണ് ഞാൻ വളർന്നതെന്നുള്ള സത്യം ഞാൻ അറിയേണ്ടി വന്നത്. 10 വയസ്സിന് ശേഷം തുടങ്ങിയതാടി ഈ ഗുണ്ടായിസം. പിന്നീട് എൻ്റെ കൈക്കരുത്ത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എത്തിച്ചേർന്നത് എന്നുള്ള വാക്കുകൾ റാണി പറയുമ്പോൾ പൂജ പറയാണ്, റാണി ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എൻ്റെ അച്ഛൻ നിരപരാധിയാണ്. ആ മനുഷ്യനെ നീ വെറുതെ ദ്രോഹിക്കരുത്. നീ കുറ്റബോധം കൊണ്ട് നീറേണ്ടി വരും എന്ന് പറയുമ്പോൾ, നീ ആ മനുഷ്യനെക്കുറിച്ച് കൂടുതലായി ഒന്നും എന്നോട് പറയണ്ട. എനിക്ക് വന്നത് ഈ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് തരിക. ഈ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് തന്നാൽ ഞാൻ നിന്നെയും കൊന്ന് ഞാൻ അവിടെ പൂജയായി വാഴുടി എന്ന് പറയുമ്പോൾ പൂജ പറയും, ഞാൻ ഒപ്പിട്ട് തരില്ലടി. നീ എന്നെ എത്ര ക്രൂരത കാണിച്ചാലും ഞാൻ നിനക്ക് ഒപ്പിട്ട് തരില്ലടി. നീ സ്വത്തിനാണെങ്കിൽ ഞാൻ നിനക്ക് തരാം, പക്ഷേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇനിയെങ്കിലും നീ ദ്രോഹിക്കരുത്. നിൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന ഹേമചന്ദ്രൻ ഒരുപാട് ദ്രോഹങ്ങൾ എന്നോടും എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും ചെയ്തിട്ടുണ്ട്. ഇനിയും പീഡനങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോഴും റാണിക്ക് ആ വാക്കുകൾ വില പോകുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം നന്ദഗോപനെ കാണാൻ വേണ്ടി അർജുൻ എത്താണ്. നന്ദഗോപന് ബോധം വീണിരിക്കുന്നു എന്നിങ്ങനെ വന്ന് സിസ്റ്റർ പറയാണ്. അങ്ങനെ നന്ദഗോപനെ കാണാൻ വേണ്ടി അർജുൻ എത്തുമ്പോൾ അർജുനു ചോദിക്കുകയാണ്, അങ്കിളിന് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും അർജുൻ പറയും, ഇത് ചെയ്തത് അവളല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദഗോപൻ പറയാണ്, ഞാൻ ചെയ്ത തെറ്റിന് ഫലം എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഈശ്വരൻ എന്നൊരാളുണ്ടല്ലോ. ഞാൻ പണ്ട് എങ്ങാനോ ചെയ്ത ആ ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ ആ തെറ്റിൻ്റെ ഫലം എനിക്ക് കിട്ടിയ മകൾ എന്നെ ഉപദ്രവിച്ചു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദഗോപൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞതാണെങ്കിലും പിന്നീട് തൻ്റെ മകളെ ഒറ്റുകൊടുക്കാൻ നന്ദഗോപന് തയ്യാറാവുന്നില്ല. അപ്പോൾ അർജുൻ ചോദിക്കുകയാണ്, അവളാണില്ലേ ചെയ്തത്, റാണി എന്ന് പറയുന്നവൾ? അപ്പോൾ മോനെ, നിനക്കറിയായിരുന്നു അവൾ പൂജയില്ല എന്നുള്ളത്? അറിയാം അച്ഛാ, എൻ്റെ പൂജ എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈലൻ്റ് ആയിരിക്കുന്നത്. അവൾ പ്രിയനേക്കാൾ അപകടകാരിയാണ്. അതുകൊണ്ട് തന്നെ അവളെ നമുക്ക് പതുങ്ങിയിരുന്ന് പിടിക്കാനേ പറ്റുള്ളൂ. ഒരൊറ്റടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂജ എവിടെ എന്ത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നന്ദഗോപൻ പൊട്ടിക്കരയാണ് കേട്ടോ. ഞാൻ പണ്ടെങ്ങാനോ ചെയ്ത തെറ്റിന് ഹേമചന്ദ്രൻ ഒരുപാട് എന്നെ കൊല്ലാക്കൊല ചെയ്തു. ഇപ്പോൾ അവരുടെ എൻ്റെ മകൾ എന്ന് പറയുന്ന എൻ്റെ മകൾ തന്നെ എനിക്ക് ചെയ്യുന്നു. എന്നാലും വേണ്ടില്ല, എന്നെ കൊന്നാലും എൻ്റെ കുഞ്ഞിനെ വെറുതെ വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് നന്ദഗോപൻ കരയുമ്പോൾ അർജുൻ പറയാണ്, വിഷമിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നന്ദഗോപൻ പറയാണ്, ഇത് ആരും അറിയരുത്, അരുണിമയും മറ്റുള്ളവരൊന്നും അറിയരുതെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എനിക്ക് അങ്കിളിനോടും പറയാനുള്ളത്. നമ്മുടെ പൂജയെ കണ്ടെത്തിക്കഴിഞ്ഞ റാണിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവൾ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ നന്ദഗോപൻ അങ്കിളിൻ്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് അവൾക്കുണ്ടാവുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് തീരാത്ത പക എനിക്കുണ്ട്. അഞ്ജന എവിടെയാണെങ്കിൽ അവളെ പോയി കാണായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ സമയം അഞ്ജന പൊട്ടിക്കരയാണ്, എൻ്റെ മകളെ നിങ്ങൾ ഒറ്റത്തന്മാർ കാരണമല്ലേ എൻ്റെ കുഞ്ഞ് എവിടെയെന്ന് എനിക്കറിയാൻ പറ്റാതെ പോയത് എന്ന് പറഞ്ഞിട്ട് അലക്സിനെ കാണാൻ അഞ്ജന അവിടെ നിന്നും ഇറങ്ങാണ്. അങ്ങനെ അലക്സിനോട് കാര്യങ്ങൾ പറയണം കേട്ടോ. എൻ്റെ കുഞ്ഞ് എവിടെയെന്ന് അറിയില്ല, കുറേ ഗുണ്ടകൾ വന്ന് പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറയാൻ കേട്ടോ. എന്തായാലും അഞ്ജന ഒരു വഴിക്കിറങ്ങും, അർജുനാണെങ്കിൽ ഒരു വഴിക്കിറങ്ങും. എന്തായാലും റാണിയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നന്ദഗോപനെ ഇങ്ങനെ ശിക്ഷിച്ചത് കൊണ്ട് തന്നെ റാണി ഇനി പിടിക്കപ്പെടാൻ പോവുകയാണ്.